ശ്രീ പ്രവീൺ കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ബേപ്പൂർ മണ്ഡലത്തിലെ ഒരാൾക്ക് 3 ID കാർഡുകൾ, അതും ഒരേ മേൽവിലാസത്തിൽ, അദ്ദേഹത്തിന്റെ പ്രായം മറ്റു വിശദാംശങ്ങളെല്ലാം ഒന്നാണ്, പക്ഷേ 3 പേരുകൾ ഒരേ ബൂത്തിൽ കിട്ടുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി നേരിട്ടിത് വെരിഫൈ ചെയ്തതാണ്, ആ വ്യക്തിയോട് സംസാരിക്കുകയും ചെയ്തതാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഫേക്ക് ID, കള്ളവോട്ട് എന്നൊക്കെ പറയുന്നതിന്റെ കൃത്യമായ ഒരു തെളിവായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരികയാണ്. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണോ? എന്താണ് പാർട്ടിയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്? കോൺഗ്രസ് ഇക്കാര്യം അറിഞ്ഞിരുന്നോ പ്രവീൺ കുമാർ? ഇത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഗൗരവകരമായി ഉന്നയിച്ച ആരോപണങ്ങളാണ്. കോഴിക്കോട്ടെ പല കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ശ്രീ പ്രവീൺ കുമാർ, താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തടസ്സം ഉണ്ടായിരിക്കുകയാണ്. പറഞ്ഞോളൂ. അതായത് വടകര, നാദാപുരം, കുറ്റ്യാടി, ഈ 3 മണ്ഡലങ്ങളിലും വോട്ടുള്ള 6000 ആളുകളാണ്. ഇതിൽ 99.9% CPM-കാരാണ്. അവർ രാവിലെ നാദാപുരത്ത് വടകര വോട്ട് ചെയ്യും, മയക്കും. ഉച്ചയ്ക്ക് നാദാപുരം ചെയ്യും, മയക്കും. വൈകിട്ട് കുറ്റ്യാടി ചെയ്യും. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ PLO-മാരുടെയും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരുടെയും സഹായങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ വോട്ടർ പട്ടികയിൽ തള്ളാൻ കൊടുത്ത വോട്ടുകളിൽ ഭൂരിഭാഗവും തള്ളിയിട്ടില്ല എന്ന ഗൗരവകരമായ ആരോപണം ഞാൻ പത്രസമ്മേളനത്തിൽ പറയുകയും ഇത് സംബന്ധിച്ച പരാതി ഇലക്ഷൻ കമ്മീഷൻ അയക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നണി ഇതിന്റെ തീവ്രമായ പരിശോധനയിലാണ്. അതിനുശേഷം കൂടുതൽ ഇപ്പം ബേപ്പൂരിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഗൗരവമായിട്ട് എടുക്കണം. പാർട്ടി നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്, പരാതി കൊടുത്തതാണ്. പാർട്ടി ഇതിനെക്കുറിച്ചുള്ള ഗൗരവമായ പരിശോധന നടത്തി വരുന്നു. കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ വെളിപ്പെടുത്താണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പരാതിയുമായി മുന്നോട്ട് പോകുമോ? ഇപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിലാണ് ഈ വീഴ്ച കണ്ടെത്തിയത്. ഇതിപ്പോൾ ആരോപണമല്ല, വസ്തുതയാണ്. തെളിവുകളടക്കം പുറത്തു വരികയാണ്. ആൾറെഡി കോൺഗ്രസിന്റെ പരാതി ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ട്. ആ പരാതി ശരിയാണ് തെളിയിക്കുന്ന സംഭവമാണ് ഇന്ന് ബേപ്പൂർ കണ്ടെത്തിയത്. ഇന്ന് ബേപ്പൂർ ഇത് പരിശോധന നടത്തിയാൽ പലയിടങ്ങളിലും ഇതുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് CPM-കാരായ PLO-മാരും ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരുമാണ്. എല്ലായിടങ്ങളിലും ഇലക്ഷൻ സെല്ലിൽ പൂർണ്ണമായും NGO യൂണിയൻകാർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ NGO യൂണിയൻ ഉദ്യോഗസ്ഥന്മാരും CPM-കാരായ PLO-മാരുമാണ് ഈ വോട്ടർ പട്ടിക ഇങ്ങനെ അട്ടിമറിക്കുന്നതിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഗൗരവമായിക്കൊണ്ട് തന്നെ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ പരാതിയുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വളരെ നന്ദി ശ്രീ K പ്രവീൺ കുമാർ പ്രതികരിച്ചതിന്.